സ്വകാര്യ യൂണിവേഴ്സിറ്റി ബില്ല് നിയമസഭയിലേക്ക് ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. ധാരണയിലൂടെ CPIയുടെ എതിർപ്പ് മറികടന്നെങ്കിലും ഇടതനുകൂല സംഘടനകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. സർവകലാശാല ഫീസിലും പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് ഈ ബില്ലിന്റെ കൂടുതൽ വിവരങ്ങൾ? ദിവസമാണ് നേരത്തെ CPIയുടെ എതിർപ്പ് പോലും മാറ്റിവെച്ചിട്ടുള്ള കരട് ബില്ലിന് മന്ത്രിസഭാ യോഗം പ്രത്യേക അംഗീകാരം നൽകിയത്. ഇതിനുവേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗം തന്നെ ചേർന്നിട്ടാണ് ഇത്തരമൊരു ബില്ലിന് അംഗീകാരം നൽകുന്ന രീതിയിലേക്ക് സർക്കാർ പോയത്. നേരത്തെ CPIയുടെ ചില എതിർപ്പുകൾ നിലനിന്നിരുന്നു, പ്രത്യേകിച്ച് ഇതിന്റെ ഭരണക്രമത്തിലും മറ്റും. ആ എതിർപ്പുകൾക്കൊക്കെ കുറച്ചെങ്കിലും ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വകാര്യ സർവകലാശാലകളിൽ വിസിറ്റർ പദവി നൽകാനുള്ള തീരുമാനമടക്കം ഒക്കെ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോകേണ്ടി വന്നു. ഏതായാലും ആ രീതിയിൽ തന്നെയുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ലിന്റെ മറ്റ് പ്രധാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ സർവകലാശാലകളുടെ, പ്രത്യേകിച്ച് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ നടത്തുന്ന സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ സർക്കാരിന് കാര്യമായ പങ്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കരട് ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ സർവകലാശാലകളുടെ ഒരു സാമ്പത്തികവും അഡ്മിനിസ്ട്രേഷൻ പരമായ വിഷയങ്ങളിൽ മാത്രം സർക്കാരിന് ഒരു ചെറിയ സൈ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടലിന് സാധിക്കില്ല എന്നുള്ളതും ഇതിന്റെ കരട് ചട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. അതുപോലൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ, ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവ പരിചയവും വിശ്വാസ്യതയുമുള്ളൊരു സ്പോൺസേഡ് ഏജൻസി ആയിരിക്കണം സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷ നൽകുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാലയ്ക്ക് വേണ്ടി റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ അനുശാസിക്കുന്ന പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം. അതോടൊപ്പം തന്നെ ഈ സർവകലാശാലയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഭൂമി അത് കൈവശം ഉണ്ടായിരിക്കണം. 25 കോടി കോർപ്പറേഷൻ കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയുമായി ആരംഭിക്കുകയാണെങ്കിൽ ആസ്ഥാന മന്ദിരം കുറഞ്ഞത് 10 ഏക്കറിലായിരിക്കണം. സർവകലാശാലയുടെ നടത്തിപ്പിൽ അധ്യാപക നിയമനം, വൈസ് ചാൻസലർ അടക്കമുള്ള ഭരണ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള നിർദ്ദേശങ്ങൾ അത് പാലിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കോഴ്സിലും 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിര നിവാസികളായ വിദ്യാർത്ഥികൾക്ക് അത് സംവരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഇതിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ച് SC/ST സംവരണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന ഫീസ് ഇളവ്, സ്കോളർഷിപ്പ് തുടങ്ങിയവ നിലനിർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നാലും കരട് ബില്ലിന് മന്ത്രിസഭ ഇന്നലെ യോഗം ചേർന്ന് അംഗീകാരം നൽകുകയായിരുന്നു. സ്വകാര്യ യൂണിവേഴ്സിറ്റി ബിൽ നിയമസഭയിലേക്ക് എത്തുകയാണ്. കടുത്ത എതിർപ്പുമായി ഇടതനുകൂല സംഘടനകളടക്കം രംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ ബില്ല് സഭയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.